നമസ്കാരം. രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ജസ്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇന്ന് ഫേസ്ബുക്ക് ലൈവിൽ വന്നിരിക്കുന്നത്. പൊതുവെ അങ്ങനെ വളരെയധികം ഫേസ്ബുക്ക് ലൈവിലേക്ക് വരാറില്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളായതുകൊണ്ടാണ്. ഒന്ന്, നമുക്ക് കളമശ്ശേരിക്ക് അടുത്ത് തന്നെ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഒരു ഇടം പിടിക്കാൻ പോവുകയാണ് വരുന്ന ഒരു 6 മാസത്തിനകം. രണ്ടാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, അത് എല്ലാവരും ശ്രദ്ധിക്കണം. കാര്യം ഇത് കളമശ്ശേരിയുടെ വിഷയമാണെങ്കിലും കേരളത്തിലെ എല്ലാ ആളുകളും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആളുകളും ഭരണരംഗത്തുള്ള ഉദ്യോഗസ്ഥരും അറിയേണ്ട കാര്യമാണ്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, പക്ഷെ ജസ്റ്റ് അറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരൻ ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിൽ ട്രാൻസ്ഫറായി. അതിനുശേഷം പുള്ളി പഠിച്ച് പുള്ളി ജില്ലാ കളക്ടർ IAS എത്തിയപ്പോഴാണ് പറയുന്നത്, ഈ 5ാം ക്ലാസ്സിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അകത്തൊരു സൈൻ ഇടാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇനി രണ്ടാമത് നിങ്ങൾ 6ാം ക്ലാസ്സിൽ പോയിരിക്കണമെന്ന്. ഇപ്പോൾ പുള്ളി 6ാം ക്ലാസ്സിൽ ഇരുത്തണം എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാനിത് പറയുമ്പോൾ ഒരു വളിച്ച തമാശ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇതാണ് ഇന്നത്തെ കളമശ്ശേരിയുടെ അവസ്ഥ. ഇത് തന്നെയാണ് ഇന്നത്തെ തൃക്കാക്കരയുടെ അവസ്ഥ. ഇത് തന്നെയാണ് ഇന്നത്തെ ഏലൂരിന്റെ അവസ്ഥ, നമ്മുടെ സമീപ പഞ്ചായത്തുകളുടെ അവസ്ഥ. ഞാനിവിടെ കളമശ്ശേരിക്കാരനായതുകൊണ്ട് എനിക്ക് കളമശ്ശേരിയുടെ കാര്യമാണ് ആദ്യമേ പറയാനുള്ളത്. ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രീൻ സോൺ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ പലരും പറയാറുണ്ട് കളമശ്ശേരി ഗ്രീൻ സോണാണ്. എന്താണെന്നറിയണം. കാര്യം നമ്മുടെ ആളുകൾക്കെല്ലാം ഇത്തരം വിഷയങ്ങൾ കേൾക്കാനും അറിയാനും ഒരു താല്പര്യം. എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. പക്ഷെ നമ്മളിങ്ങനെ തിരക്കായി നമ്മുടെ നാട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികരിക്കാൻ ആർക്കും പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ നീട്ടുന്നില്ല, പക്ഷെ വിഷയത്തിലേക്കൊന്ന് കടന്നു വരാം. നമുക്ക് 2021 മുതൽ നമ്മൾ കളമശ്ശേരി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഗ്രീൻ സോൺ വിഷയം. എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയുടെ 80% പ്രദേശങ്ങളും, ഇപ്പം ഞാൻ പറയുന്ന പെർസെൻറ്റേജിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവട്ടെ, പ്രദേശങ്ങളും ഗ്രീൻ സോണായി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയെ മാറ്റിയേക്കാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ വീട് ഒരു 3000 സ്ക്വയർ ഫീറ്റ് കൂടുതൽ പണിയാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഒരു 15 സെന്റ് സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വീടിനോടൊപ്പം ഒരു കടമുറി പണിയാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈൻ മുറി പണിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചു, ഇപ്പൊ പലർക്കും കൂടുതൽ സ്ഥലം ഉണ്ടാവില്ല, നിങ്ങൾക്ക് അവിടെ 2-3 ബിൽഡിംഗ് പണിയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് പണിയാൻ പറ്റില്ല. ഒരു കടമുറിക്ക് നിങ്ങളുടെ പ്ലോട്ടിൽ 3-4 2-ൽ കൂടുതൽ അല്ലെങ്കിൽ 1-ൽ കൂടുതൽ നമ്പർ കിട്ടില്ല. ഈ കളമശ്ശേരിയുടെ ഒരു നമുക്ക് എന്താ പറയുക, നമുക്ക് ചിലരൊക്കെ നേടിത്തന്ന ഒരു നേട്ടമാണ് ശരിക്കും കളമശ്ശേരി. എറണാകുളം, കേരളത്തിൽ എവിടെ പോയാലും നമ്മൾ കളമശ്ശേരി എന്ന് പറയുമ്പം എല്ലാവരും കളമശ്ശേരി അഭിമാനിക്കാറ്. കൊച്ചിയുടെ ഒപ്പം നിൽക്കുന്ന സമയത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് കളമശ്ശേരി. എന്തായിരുന്നു പണ്ടത്തെ കളമശ്ശേരിയുടെ നമ്മുടെ അഭിമാനങ്ങളായിരുന്നു, നമ്മുടെ ഇവിടുത്തെ ഫാക്ടറികളും റോഡുകളും അല്ലെങ്കിൽ ഇവിടുത്തെ തിരക്കുകളെല്ലാം. നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഞാൻ പറയുന്നത്, നമുക്കൊരു ബിൽഡിംഗ്, നമ്മുടെ സമീപത്തുള്ള പഞ്ചായത്തുകളുണ്ടല്ലോ, ഈ പണ്ട് നമ്മൾ ഈ കോട്ടയത്തും അല്ലെങ്കിൽ തൃശ്ശൂരിലും ഒക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ പഞ്ചായത്തുകൾ, അവിടെയൊക്കെ അവർക്ക് 5 നില പണിയാം, 7 നില പണിയാം, 10 നില പണിയാം അവിടെ. പക്ഷെ നമുക്കിവിടെ പറ്റില്ല. എങ്ങനെയെന്നും കൂടി നിങ്ങളൊന്ന് അറിയണം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ 1900 ഞാൻ പറയുന്നതിൽ എല്ലാം പെർഫെക്റ്റ്, മറ്റേ ഡാറ്റ പെർഫെക്റ്റ് ആവണമെന്നില്ല. കാര്യം ബേസിക് ആയിട്ടുള്ള വർഷങ്ങളും കാര്യങ്ങളും ഇതിലൊക്കെ വ്യത്യാസമുണ്ട്. അത് അറിവുള്ള ആളുകൾ പറയട്ടെ. 1992-2000 കാലഘട്ടങ്ങളിൽ GCA ശരിക്കും നമ്മൾ ഗ്രേറ്റ് കൊച്ചിൻ ടൗൺ പ്ലാനിംഗ് ഒരു വികസനം വന്ന സമയങ്ങളിൽ ഈ നമ്മുടെ ഈ പറയുന്ന പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കീഴിലേക്ക് ഒരു മൊത്തം ടൗൺ എന്നുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് കളമശ്ശേരിയിലെ പഞ്ചായത്തിൽ വരും, അല്ലെങ്കിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ബിൽഡിംഗ് പെർമിറ്റ് കാര്യങ്ങളെല്ലാം അപ്രൂവ് ചെയ്യുന്ന ഈ GCA കൂടി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു. അവർ 1-2 ആഴ്ചയിൽ 2 പ്രാവശ്യം വരും. വന്നതിന് ശേഷം അവരാണ് ഈ പ്ലാൻ അപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രേറ്റ് കൊച്ചിൻ ടൗൺ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട്, അപ്പൊ പണ്ട് ഈ കൊച്ചി സിറ്റി, നിങ്ങൾക്ക് തിരക്കുണ്ടാവും, പക്ഷെ ഇതൊരു സബ്ജക്റ്റാണ്, ഇപ്പൊ കേട്ടില്ലെങ്കിലും പിന്നെ എപ്പോഴും കേൾക്കണം. കൊച്ചി സിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, മൊത്തം ടൗൺ പ്ലാനിങ് വന്ന സമയത്ത്, ടൗണ് എന്ന് പറയുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ തന്നെ അതിന്റെ കൂടെ തന്നെ കാർഷിക മേഖല വേണം, അഗ്രികൾച്ചർ മേഖല വേണം, ഇൻഡസ്ട്രിയൽ മേഖല വേണം, അങ്ങനെ പലതായിട്ട് തരംതിരിച്ചായിരുന്നു. അങ്ങനെ തരംതിരിച്ച കാലഘട്ടങ്ങളിൽ നമ്മുടെ കളമശ്ശേരി ഒരുപാട് പ്രദേശങ്ങൾ ഗ്രീൻ സോൺ ആയിട്ടാണ് ചെയ്തത്. അതേപോലെ തന്നെ ഏലൂര് ഒരുപാട് മേഖലകൾ ഇൻഡസ്ട്രിയൽ സോണായിട്ട് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ തൃക്കാക്കര, അതെല്ലാം കാർഷിക മേഖലയായിട്ടാണ് കൂടുതൽ പ്രദേശങ്ങൾ ചെയ്തിരുന്നത്. കൊച്ചി സിറ്റിക്ക് അതിന് പകരം എന്ത് ചെയ്തു, കൂടുതൽ മേഖലകൾ ടൗൺ പ്രദേശങ്ങളായി മാറി. അവിടെ ഹൈറൈസ് ബിൽഡിങ്ങുകൾക്കും കാര്യങ്ങൾക്ക് അനുവാദം ഉണ്ടായി.
പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ മേഖലകളെല്ലാം കാര്യം നമ്മുടെ ഇവിടെ ഡെവലപ്മെന്റും കാര്യങ്ങളും എന്നനുസരിച്ച് തിരുത്തലുകൾ വരുത്തി. ആര്? ഈ GCDA. അത് ഒരുപാട് കൂടിയാലോചനകൾക്കും പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തിരുത്തലുകൾ വരുത്തി. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ കളമശ്ശേരിയിലെ പല പല പ്രദേശങ്ങളും എല്ലാം തിരിച്ച് റെസിഡൻഷ്യൽ സോണിലേക്കും അഗ്രികൾച്ചർ സോൺ, കുറച്ച് ഏരിയകൾ അഗ്രികൾച്ചർ സോൺ ഉണ്ട്, കൂടുതൽ പ്രദേശം കുറെ ഇൻഡസ്ട്രിയൽ സോണുകളിലേക്ക് മാറ്റി. നമ്മുടെ കുറെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഒക്കെ വന്നായിരുന്നല്ലോ, അങ്ങനെ സോണുകളിലേക്ക് മാറ്റി. അങ്ങനെ ഏകദേശം 2000-ഓളം 1992-2000 വർഷങ്ങൾ മൊത്തം ആ ഒരു ലെവലിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ റെസിഡൻഷ്യൽ സോണുകൾ ഒരുപാടായി. കളമശ്ശേരി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കാൻ വേണ്ടി വന്നപ്പോൾ റെസിഡൻഷ്യൽ സോണുകളായി. പിന്നീട് ഈ 2000-ല് ശരിക്കും ഇത് മുനിസിപ്പാലിറ്റിക്ക് ഇതിന്റെ ചുമതല കൈമാറി. പിന്നെ GCDA ഉദ്യോഗസ്ഥരുടെ ആവശ്യമില്ല. അപ്പൊ അന്ന് വരെയുള്ള ആ പ്ലാൻ പ്രകാരമാണ് 2000 മുതൽ 2021 വരെ നമ്മുടെ ഇവിടുത്തെ ബിൽഡിംഗ് അപ്രൂവൽസും സോണും എല്ലാം നിശ്ചയിച്ചിരുന്നത്. ഒരു കംപ്ലൈന്റ് ഇല്ല. നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിന് ബിൽഡിങ്ങുകൾ പണിയാം. മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ തന്നെ നമുക്ക് പറയാം. നമ്മുടെ നാട്ടിൽ കുറെ വിവരാവകാശ പ്രവർത്തകരുണ്ടല്ലോ, അറിയാലോ. കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കുറെ രാഷ്ട്രീയ പിന്തുണയുടെയും ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയുടെയും വിവരാവകാശ പ്രവർത്തനം നിങ്ങൾ കണ്ടണ്ട. നമ്മുടെ ഇവിടെയൊക്കെ ബിൽഡിംഗ് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവർക്ക് നമ്മുടെ ഈ സെറ്റ് ബാക്ക് 3 മീറ്റർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാര്യം എന്തിനാണെന്നറിയോ? കംപ്ലൈന്റ് കൊടുത്ത് പൈസ മേടിക്കാൻ വേണ്ടി. അപ്പൊ ഇവർക്ക് പറമ്പിൽ കയറി ടേപ്പ് പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, വലിയ ആൾക്കാർ. ഇവരെന്താണെന്ന് വെച്ചാൽ ഒരു കല്ലിൽ നൂല് കെട്ടും, എന്നിട്ട് ഇങ്ങനെ ഒറ്റ എറിയും. എറിഞ്ഞിട്ട് എന്താ വെച്ചാൽ ഈ കല്ലെങ്ങനെയും ആ തറയുമായിട്ടൊന്ന് മുട്ടിച്ചിടും. എന്നിട്ട് ആ നൂല് വെച്ചിട്ട് അത് 15 നോട്ടർ അടിച്ച് അതിന്റെ അളവ് പിടിക്കും. എന്നിട്ട് നോക്കും 3 മീറ്റർ ഉണ്ടാ, 10 സെന്റിമീറ്റർ കുറഞ്ഞ അപ്പം തന്നെ പരാതിയും. പരാതി വമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ പറയും, അയ്യോ നിങ്ങളുടെ ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ വേഗം. അപ്പൊ ആരാ? അത് ഇന്ന ആളാണ്, ഭയങ്കര പ്രശ്നമാണ്, പുള്ളിനെ പോയി കാണണം എന്ന് പറയും. അപ്പൊ തന്നെ ഇയാൾ ചെല്ലും. അപ്പൊ ഇവൻ പറയും, പരാതിയുണ്ട്, എനിക്ക് പരാതിയുണ്ട്, പ്രശ്നമുണ്ട്, നിങ്ങളുടെ 10 സെന്റിമീറ്റർ കുറവ്, നിങ്ങളത് പൊളിച്ചോ, എനിക്ക് വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ സാറേ ഞാൻ എന്താന്ന് വെച്ചാൽ തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ ഞാൻ അടുത്ത നമ്മുടെ നാട്ടിലൊരു മരണം നടന്ന്. അപ്പോൾ ഒരാളവിടെ ഒരു മരിച്ച വിവരാവകാശ പ്രവർത്തകന്റെ വീട് സന്ദർശിക്കാൻ വരുന്നത്. അയാൾ മരിച്ചോടത്ത് നിങ്ങളുടെ ഇറങ്ങി വരുമ്പില്ലേ, അയാളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഇതാണ്. എന്നെ സംബന്ധിച്ച പുള്ളിക്കെതിരെ പരാതി കൊടുത്തിട്ട് അതിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുക. അന്ന് ഫൈനൽ ഇവൻ ഹാജരാവേണ്ട ഡോക്യുമെന്റ് ആയിട്ട് ഹാജരാവാന്ന് പറഞ്ഞ ദിവസമാണ്. അപ്പൊ ഈ മരണം അന്നാണ് അവൻ മരിച്ചത്. അപ്പൊ ഇയാൾക്ക് ഉറപ്പില്ല, ഇവൻ മരിച്ചെന്ന് കേട്ടിട്ട് സമാധാനമില്ല. ഇയാൾ ഓടി വന്ന് ബോഡി കാണുകയാണ്. ബോഡി കണ്ടപ്പം ഇയാൾ പറയണത് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഇതാണ്. കാരണം വെച്ചാൽ അവൻ എന്നെ എത്ര വർഷമായിട്ട് ദ്രോഹിക്കണമെന്നറിയാം. അതേപോലത്തെ കുറെ വിവരാവകാശ പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, പിന്നെ എടുക്കാന്ന് വെച്ചാൽ ഇവരുണ്ടെങ്കിലുള്ള പിരിവ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നടക്കുള്ളൂ. ഞാൻ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പൊ ഈ നൂലിട്ട് പിടിച്ച് ഇങ്ങനത്തെ വിവരാവകാശ പ്രവർത്തനം ഇങ്ങനെ ഓരോരുത്തരുടെ ബിൽഡിങ്ങിനിട്ട് ഇങ്ങനെ പണി കൊടുത്ത് കാശിന് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴാണ് ഇവരെന്ത് ചെയ്ത് ഏതൊരു വിവരാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവർക്ക് ഇത്ര നിലയുള്ള ബിൽഡിംഗ് പണി, ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിംഗ് പണിയാനുള്ള അനുവാദം കൊടുത്തു. അപ്പൊ അവിടുന്ന് കൊടുത്തു, ആസ് പെർ ടൗൺ പ്ലാനിങ്ങിന്റെ ഇത് പ്രകാരം ഇത് ഇയാൾക്ക് ഇത്ര കൊടുക്കാം. അപ്പൊ അവരുടെ അടുത്ത ചോദ്യം, ഈ ടൗൺ പ്ലാനിങ്ങിന്റെ GCDAയുടെ ഈ ടൗൺ പ്ലാനിങ്ങിന്റെ ഇത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കാനായിട്ട് ഏത് സർക്കാർ ഉത്തരവാണ് ഉള്ളത്? ഉദ്യോഗസ്ഥർ പെട്ട്. കാര്യം എന്താ വെച്ചാൽ ഈ 2000-ൽ നിന്നും മുനിസിപ്പാലിറ്റിയിലേക്ക് കൈമാറി കഴിഞ്ഞപ്പം അത് ശരിക്കും ഗവൺമെന്റ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കണമായിരുന്നു. ഏത് 92 വരെയുള്ള മുനിസിപ്പാലിറ്റിയുടെ റൂള് ഈ 2000 വരെ GCDA നടപ്പാക്കിയത്. അപ്പൊ അന്ന് വിജ്ഞാപനമുണ്ട് ഇത് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് അതൊക്കെ ക്യാൻസലായി പോയി. ഈ 2000-ൽ ഇത് വന്നിപ്പോ ക്യാൻസലായി പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സർക്കാർ 2000 വരെയുള്ള മുനിസിപ്പാലിറ്റിയുടെ ഇതേ റൂള് കണ്ടിന്യൂ ചെയ്യാൻ, മുനിസിപ്പാലിറ്റിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട സോൺ എന്ന് പറയുമ്പോൾ അതിന് ഈ DTP സ്കീം അത് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ ആ സാധനം വിട്ടുപോയി. നമ്മുടെ മാത്രമല്ല കേട്ടോ, ഇപ്പൊ കളമശ്ശേരി മുനിസിപ്പാലിറ്റി മാത്രമല്ല, ഈ തൃക്കാക്കരയും വേലൂരും എല്ലാം വിട്ടുപോയി. ഇവരെന്ത് ചെയ്തു? ഇങ്ങനെ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2021 വിവരാവകാശ പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അന്നത്തെ സെക്രട്ടറി ഇത് GCDA ആണല്ലോ, ശരിയാണല്ലോ, GCDAയുടെ സാധനം നടപ്പാക്കാൻ നമുക്കെന്താ അധികാരം, ഇതൊരു ഓർഡറും ഇല്ലല്ലോ. വേഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു, നിർത്തിക്കോ, ഇനി മുതൽ നമ്മൾ പഴയ 21 വർഷം മുമ്പത്തെ 1992 നമ്മൾ പോക്കോ. അന്നത്തെ സോൺ എന്താണോ ആ സോൺ വെച്ച് മാത്രം ഇനി കൊടുത്തേച്ചാൽ മതി. പെട്ട് കളമശ്ശേരിക്കാർ. കാരണം വെച്ചാൽ അതുവരെ ഈ കൊടുത്തിരുന്നവന്മാരൊക്കെ രക്ഷപ്പെട്ട്, അല്ലാത്തവരൊക്കെ പെട്ട്. 2024 ആൾക്കാർക്ക് അറിയില്ലല്ലോ. നമ്മൾ ചെല്ലുമ്പോൾ പറയണം, കളമശ്ശേരി ഗ്രീൻ സോണായി, ഗ്രീൻ സോണിലാണ് നിങ്ങൾ. അപ്പൊ ആൾക്കാർ വിചാരിക്കാൻ എന്തോ പുതിയ നിയമം വന്നു, കളമശ്ശേരിയൊക്കെ ഗ്രീൻ സോണിലാക്കി. അപ്പൊ കുറെ ഇവിടെ നമ്മുടെ പരിസ്ഥിതിവാദികളുണ്ടല്ലോ, കളമശ്ശേരി ഗ്രീൻ സോണാക്കി, രക്ഷപ്പെട്ടില്ലേ? 2021 മുതൽ ഇന്ന് വരെ ഈ ഗ്രീൻ സോൺ മാറ്റാൻ പറ്റില്ല. എന്താ സർക്കാരിന്റെ ഒരു ഉത്തരവ് വേണം അതിന്. നിരവധി പരാതികൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും
മന്ത്രിമാർക്കും MLA മാർക്കും MP മാർക്കും എല്ലാം പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. നമ്മൾ മുനിസിപ്പൽ അധികൃതരടുത്ത് പോവും, അവിടുത്തെ ചെയർപേഴ്സൺ, ചെയർമാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പറയും സർക്കാരിലേക്ക് വിട്ടിട്ടുണ്ട്, എഴുതി വിട്ടിട്ടുണ്ട്. ആയിട്ടില്ല, ഞങ്ങൾ എന്താ ചെയ്യണത്? ഞങ്ങൾ വിട്ടിട്ടുണ്ട്. ലാസ്റ്റ് മുൻ മുനിസിപ്പൽ ചെയർമാൻ ജമാൽ മടക്കാണ്, പുള്ളി അപ്പം തന്നെ എടുത്ത് കാണിച്ചതേ ഞങ്ങളിത് എഴുതി അയച്ചിട്ടുണ്ട്. ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇനി ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് ചെയ്യാനുള്ള ഞങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ഇവർ പറയുന്നില്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ജനങ്ങൾക്ക് ഈ പ്രശ്നമൊന്നും പരിഹരിച്ചു കൊടുക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. ഇവരാണ് നമ്മുടെ ജനപ്രതിനിധികൾ. ഇതാണ് നമ്മൾ കളമശ്ശേരി എന്താ കളമശ്ശേരി കുതിക്കും, കളമശ്ശേരി ഉയരങ്ങളിലേക്ക്. കളമശ്ശേരി പ്രശ്നമൊന്നുമില്ല കേട്ടോ. അദാനിയുടെ പ്രൊജക്ട് നിങ്ങൾ കണ്ടല്ലോ, 70 ഏക്കറിൽ. അദാനിയുടെ പ്രൊജക്ട് പണ്ട് വേറെ കമ്പനിയായിരുന്നു അവിടെ ചെയ്യാൻ വന്നത്. അന്ന് ചവിട്ടി പൊളിച്ച്, അന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി S അച്യുതാനന്ദൻ വരാന്ന് പറഞ്ഞ ദിവസം പുള്ളി വന്നില്ല. പുള്ളി തിരുവനന്തപുരത്ത് എടുത്തിട്ട് അതിനെതിരെ കംപ്ലൈന്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ്സുകാരും അതിൽ ചവിട്ടി പൊളിക്കണം. അങ്ങനെ ഇപ്പൊ അദാനിയുടെ പറമ്പവിടെ പാടം എല്ലാം നികത്തി വലിയ ബിൽഡിംഗ് പണിയുണ്ട്. അദാനിക്ക് ബാധകമല്ല, അദാനിക്ക് പ്രശ്നങ്ങൾ. നമ്മളിപ്പോ സീപോർട്ട് റോഡ് 10-20 വർഷമായി, നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പൊ വരും എന്ന് പറയുന്നതാണ്. ഇത്ര നാൾ ആർക്കും വേണ്ടായിരുന്നു. ഇപ്പൊ സീപോർട്ട് റോഡ് പടപടേ പൈസയൊക്കെ പാസ്സായില്ലേ. അദാനി വന്നാൽ എല്ലാം ശരിയാവും എന്ന് പറയുന്നത് ശരിയാണ്. എനിവേ, ഞാൻ പറയുന്നത് എനിക്ക് ഇതിന്റെ അകത്ത് രാഷ്ട്രീയമില്ല. ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്, സത്യസന്ധം. അന്ന് ഉമ്മൻചാണ്ടിനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് ഉമ്മൻചാണ്ടിനെ ഇഷ്ടമാണ്, K കരുണാകരനെ ഇഷ്ടമാണ്. ഇവിടെ എയർപോർട്ട് കൊണ്ടുവന്ന കേൾക്കാറാണ്. അന്ന് എന്റെ നെഞ്ചത്ത് കൂടെ ഫ്ലൈറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞ ആള് പിന്നെ അതിന്റെ മെയിൻ ആളായി മാറി. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി മേടിച്ചു കൊടുത്ത അയാളാണ്. അപ്പൊ നമുക്ക് നല്ലതിന് ഇഷ്ടമാണ്, ഇടതുപക്ഷ ചിന്താഗതി ഉണ്ട്, പക്ഷെ നല്ലതിന് ഇഷ്ടമാണ്. നമ്മളിത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷമുള്ള ഒരു ബിസിനസ്സുകാരനെ അറിയാമല്ലോ, ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. സബ്ജക്ട് ഇതിലോട് നമ്മൾ വെറുതെ ഇരുന്ന് ഇവിടെ ഫേസ്ബുക്കിൽ നിന്ന് പറയലാട്ടെ. നമ്മൾ നിരവധി പരാതികൾ ഇതായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് കളക്ടർക്ക്, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്ക്, അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്ക്, RDOയ്ക്ക്, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി, പിന്നെ ഇവിടെ മറ്റേ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതിന് കൊടുത്തു. റവന്യൂ മിനിസ്റ്റർക്ക് ഇത് നമുക്ക് ആകെ വരും, ഇങ്ങനെ ഒരു അറിയിപ്പ് വരും, നിങ്ങളുടെ പരാതി കൺസേൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ടുണ്ട്, ഒരു മെസ്സേജ് വരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തോരം പരാതി അയച്ചിട്ടുണ്ടാകും? നിങ്ങൾക്ക് ഇതേപോലെ കൈപ്പറ്റി റെസിപ്റ്റ് തന്നെ അല്ലാണ്ട് ഇന്ന് വരെ നിങ്ങളൊന്ന് വിളിച്ചിട്ട് ഈ വിഷയം കേൾക്കാൻ ആരെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊന്ന് വിളിച്ചിട്ട് ഇതാ വിഷയം, അല്ലെങ്കിൽ ഒരു ഹിയറിങ്, അങ്ങനെ സംവിധാനം നമ്മുടെ നാട്ടിലില്ലല്ലോ. പറയുമ്പം എല്ലാം ശരിയാവും. അപ്പം ഇനിയിപ്പം നമ്മുടെ അവസ്ഥ ഇതാണ്. നമ്മൾ നിരവധി പരാതികളും കാലിലൊക്കെ കൊടുത്തെങ്കിലും നമുക്കൊന്നും പണിയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ വികസനം ഭയങ്കര സ്ലോ ആണ്. കാര്യം കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിലേ ശരിക്കും നമ്മുടെ എല്ലാ മേഖലകളിലും വികസിക്കുള്ളൂ. ഫണ്ട് ഫ്ലോ ഇല്ല, ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് ജോലിയില്ല. നമ്മുടെ നാട്ടിൽ എന്ത് വികസനം? നമ്മുടെ റോഡിന്റെ സൈഡുകളെല്ലാം ചീഞ്ഞ് നാറയാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ ഇതിനൊക്കെതിരെ പ്രതികരിച്ചാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ ഈ കളക്ടർ IAS കിട്ടിയ ആളിപ്പോ തിരിച്ച് 5ാം ക്ലാസ്സിൽ വന്നിരുന്ന പോലെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇന്നത്തെ അവസ്ഥ. അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ സമീപം ഇപ്പൊ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ മാത്രമല്ല എന്നുള്ളതിന് തെളിവാണ് ഏലൂരിലെ വിഷയവും അതേപോലെ തന്നെ തൃക്കാക്കരയിലെ വിഷയം. ഇവിടെ പണ്ട് നമ്മൾ പറയാറുണ്ട്, കേരള സർക്കാരിൽ പൈസകളൊന്നും കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല. എന്തുകൊണ്ട്? രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യങ്ങളുണ്ട്. അതേപോലത്തെ അവസ്ഥയാണോ ഇവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് സംശയം. ഈ കളമശ്ശേരി നമ്മുടെ UDF ഭരിക്കുന്നതുകൊണ്ടാണോ ഇനി LDF ചെയ്യാത്തത്, അതോ ഇനി UDFന്റെ വീഴ്ചയാണോ? ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, അതല്ല വിഷയം. നമ്മുടെ ജനങ്ങളുടെ വിഷയമാണ്. ഈ ജനങ്ങളുടെ വിഷയം പരിഹരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല നമ്മളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കളമശ്ശേരി ഗിന്നസ് റെക്കോർഡ് കിട്ടുമെന്ന്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ അനുകൂലപരമായിട്ടുള്ള സമീപനമില്ല. നിങ്ങൾ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ല. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നോമിനേഷൻ കൊടുത്ത് സ്ഥാനാർത്ഥികളാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്ന കളമശ്ശേരി നിയമസഭാ തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥികളായിരിക്കും ഏറ്റവും കൂടുതൽ. ഇന്ത്യ കാണാത്ത അത്രയും സ്ഥാനാർത്ഥികളെ കൊണ്ടുവരും. ഞങ്ങൾ നിൽക്കും, ഞങ്ങൾ ചെറുപ്പക്കാർ നിൽക്കും. ഈ ശ്രീലങ്കയിലും മറ്റോടത്തൊക്കെ ജനസി പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായം കൂടി ജനസി ആവാൻ പറ്റൂല, പക്ഷെ ചെറുപ്പക്കാർ ഇതിനെ പ്രതികരിക്കും. വേടന്റെ പാട്ടുകൾ പോലെ ഇവിടുത്തെ ജനങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ കത്തിക്കയറും. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കും. കാര്യം നമുക്കിനി ഭീഷണികൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഓരോ രാഷ്ട്രീയ അനുഭാവികളും ചിന്തിക്കണം, ഈ പറയുന്ന വിഷയം ശരിയാണോ എന്നുള്ളത്. ആർക്കെതിരെ പറയുന്നതെന്നല്ല നോക്കേണ്ടത്, ആര് പറയുന്നതെന്നല്ല നോക്കേണ്ടത്. ഞാൻ പറയുന്ന വിഷയത്തിൽ ഇവർക്ക് മറുപടി ഉണ്ടോ? ഇവരെന്ത് ചെയ്തു? 2021 മുതൽ 2024, 2025 ഇപ്പൊ ഡിസംബർ ആവുമ്പോൾ നവംബർ, ഇവരെന്ത് ചെയ്തു എന്നുള്ള ഇവർ ബോധ്യപ്പെടുത്തണം. ശരിക്കും പറഞ്ഞാൽ 10-15 ദിവസം കൊണ്ട്
ഒരു മന്ത്രി വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ജനപ്രതിനിധി വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന ഒരു വിഷയം ഇത്ര വർഷങ്ങൾ നീട്ടിവെച്ചിരിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് വേണ്ടി മാത്രമാണോ? ഈ റോഡുകൾ ഇത്രയും നാൾ നീട്ടിവെച്ച പോലെ, ഓരോ പദ്ധതികൾ നീട്ടിവെച്ച പോലെ ഈ കളമശ്ശേരിയിലെ ഗ്രീൻ സോൺ വിഷയത്തിൽ ഈ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ രാഷ്ട്രീയ തമ്മിലടിക്ക് വേണ്ടിയിട്ടാണോ നീട്ടിക്കൊണ്ടു പോകുന്നത്? ഞങ്ങളെയാണ് ഇരകളാക്കേണ്ടത്. ഇതാണോ നിങ്ങളുടെ വികസന നയങ്ങൾ? ഇതാണോ വികസന താല്പര്യങ്ങൾ? ഇവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വരട്ടെ, ഡെവലപ്മെന്റ് വരട്ടെ. എന്തിനാണ് നിങ്ങൾ തടസ്സം നിൽക്കുന്നത്? എല്ലാവർക്കും അദാനി ആവാനും എല്ലാവർക്കും യൂസഫലി ആവാനും പറ്റുമോ? മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? മറ്റുള്ളവർക്ക് വ്യവസായം ചെയ്യണ്ടേ? നിങ്ങൾ ഇതിന് മറുപടി പറയണം. ഇതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ മാറ്റരുത്. ഇത് ഒരു വിഷയമാണ്, ഒരു വിഷയം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇനിയും വിഷയങ്ങളുണ്ട്. ഭൂമി തരംമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വൻ കൊള്ള, വൻ അഴിമതി. ഇവിടെ ആളുകൾ ഇങ്ങനെ ക്യൂ നിർത്തി എല്ലാ ഡോക്യുമെന്റുകളായിട്ട് വരും. നമ്മൾ ഇന്ന് ഫേസ്ബുക്ക് ലൈവിലാണ്. ഞാൻ പറയുന്നതിലെ സത്യസന്ധത അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പ്രതികരിക്കാം. നിങ്ങൾ പറയുന്നിടത്ത് ജംഗ്ഷനിൽ ഡോക്യുമെന്റുകളായിട്ട് ഞങ്ങൾ വരും. അവിടെ നിന്ന് ഞങ്ങൾ വിശദീകരിക്കും എന്താണ് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. വിഷയങ്ങൾ ഇനിയും വരും. ഓരോ ആളുകളും ഈ വിഷയങ്ങളിൽ പ്രതികരിക്കണം. നമ്മൾ പേടിച്ച് മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ ഇരിക്കുള്ളൂ. എന്തായാലും ഒരു മരണം എല്ലാവർക്കും ഉള്ളൂ. അത് മരിക്കുമ്പോൾ മരിക്കട്ടെ. ഫേസ്ബുക്കിൽ വന്ന് ഇതൊക്കെ പറയാൻ ഇത്തിരി ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വേറെ നിവൃത്തിയില്ല. നമ്മൾ പെട്ടെന്ന് നമ്മളിപ്പോ വല്ല സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്ന് പ്രതികരിക്കാന്ന് വെച്ചാൽ നമുക്കൊന്നും 4 വോട്ട് കിട്ടൂല. നമ്മളെ കൊള്ളക്കാരനും മറ്റേ ഭൂമി മാഫിയം, മണ്ണ് മാഫിയം, മൊബൈൽ മാഫിയം, എന്തൊക്കെ വേണ്ട എല്ലാ മാഫിയ. ഈ മാഫിയ പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. മണൽ മാഫിയ എന്ന് പറയുമായിരുന്നു പണ്ടൊക്കെ ഏതാ സാധാരണക്കാരും തൊഴിലാളികൾക്കും പഞ്ചായത്തുകളിലും കാര്യങ്ങളൊക്കെ മണൽ വരായിരുന്നു. ഇന്നിപ്പോ മണൽ വരാൻ പറ്റുമോ? മണൽ വരണ ആരാ? മാഫിയ. അങ്ങനെ ആക്കിയതാരാ? ഇതേപോലെ തന്നെ മണ്ണ് നിങ്ങളുടെയൊക്കെ പറമ്പുകളുടെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് പണിക്ക് ഇതിന് മണ്ണ് അടിക്കാനോ മണ്ണ് എടുക്കാനോ ഒക്കെ പറ്റുമായിരുന്നു. ഇന്നിപ്പോ നിങ്ങൾക്ക് പറ്റുമോ? അതിനും മാഫി. എല്ലാ മേഖലകളും കുറച്ച് ക്രിമിനൽസുകൾക്ക് തീരെഴുതി കൊടുത്തേക്കാണ്. സാധാരണക്കാർക്കോ ന്യായമായ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. നിങ്ങളൊന്ന് ജിയോളജി പോയിട്ട് ഒരു മണ്ണെടുക്കാനുള്ള പാസിന് പോകും, നിങ്ങൾക്ക് അപ്പം അറിയാൻ്റെ ബുദ്ധിമുട്ട്. നിങ്ങളൊന്ന് മണ്ണ് അടിക്കാനായിട്ടുള്ളൊരു പെർമിഷൻ വേണ്ടി പോകും, അപ്പം അറിയാം നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട്. എല്ലാ മേഖലയും ഇങ്ങനെ തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറയണത് എടുക്കണ്ട കേട്ടോ, ഞാൻ പറയണ നോക്കണ്ട, നിങ്ങളെ കേൾക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇത് വേണം. ഇലക്ഷന് നിങ്ങളുടെ അടുത്തൊക്കെ വോട്ട് ചോദിക്കാൻ പറ്റുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് ഈ കളമശ്ശേരി ഗ്രീൻ സോണായി മാറിയത്? ഈ 2021 വരെ ഇല്ലായിരുന്ന നിയമം എങ്ങനെയാണ് വന്നത്? ഇതൊക്കെ നിങ്ങളൊന്ന് ചോദിക്കണം. ചോദ്യങ്ങൾ ഉയരുമ്പോഴല്ലേ അവർക്ക് ചെയ്യാനുള്ള പ്രവണത കൂടും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.